ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആഷ് വെഡ്നെസ്ഡേ ആയതുകൊണ്ട് പള്ളിയിലേക്ക് പോകണം ഞങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് കുർബാന 6:30. ഞങ്ങളുടെ കരിക്കുറി പെരുന്നാൾ ഇന്നാണ്, ആഷ് വെഡ്നെസ്ഡേ ഇന്നാണ്. അപ്പോൾ ഇന്നോട്ട് ഞങ്ങൾക്കൂടെ നൊയമ്പ് കാര്യങ്ങളെല്ലാം ആരംഭിക്കും. അപ്പോൾ ചേട്ടൻ ഇവിടെ ഫ്രണ്ടിലുണ്ട്, അഞ്ചു ഇതാ ബാക്കിൽ. അഞ്ചിനെ കാണുന്നുണ്ടാവോ? കാരണം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഇരുട്ടാണ് കേട്ടോ. പുറത്തായാലും ഇരുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വിന്റർ സീസണായിട്ട് മാറിയിട്ടില്ല, തണുപ്പാണ് ഇപ്പോഴും. ഇന്നാണെങ്കിൽ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. കാറ്റും ഇനി മഴ പെയ്യാനാണോന്ന് അറിയില്ല. പിന്നെ മൊത്തത്തില് ഇന്നൊരു മാറ്റമുണ്ട്, തണുപ്പിത്തിരി കൂടുതലോ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ്, സ്വെറ്റർ സോക്സ് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇവർക്ക് അങ്ങനെ അധികം വലിയ തണുപ്പ് തോന്നണില്ല എന്ന് പറഞ്ഞു. ചേട്ടന് ഇട്ടിട്ടില്ലേ, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്വെറ്റർ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണല്ലോ അല്ലേ? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ കമൻസുകൾ എഴുതുന്ന സമയത്ത് അതിൽ കൂടെ അറിയിച്ചോളൂ കേട്ടോ, എല്ലാവർക്കും സുഖമാണെന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക അന്വേഷണമൊക്കെ അറിയിക്കാം. പിന്നെ ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേക്കണതുകൊണ്ട് മനസ്സിൽ ആ ഒരു ചിന്തകളൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതലും. പിന്നെ അഞ്ജുവിൻ്റെ എക്സാം നാളെ അവസാനിക്കും. അത് കഴിഞ്ഞ് അഞ്ജു കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഫ്രീ ബേർഡാണ്. അപ്പോൾ അഞ്ജു ഇങ്ങനെ നാളത്തെയും കൂടെ എക്സാം കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് പള്ളിയുടെ ബാക്ക് സൈഡിൽ കൂടെയുള്ള ഒരു റോട്ടിൽ കൂടെ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് വരാറുണ്ട്. രാത്രി ആയതുകൊണ്ട് വെളിച്ചം കുറവാണ്, എന്നാലും ഈ സമയത്തും പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. പച്ചക്കറി കച്ചവടമൊക്കെ നല്ല തകർത്ത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ അതേ കരിക്കുറിയുടെ നെറ്റിത്ത് കുരിശൊക്കെ വരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളറായതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുർബാന 6:30 അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നിപ്പിക്കും 8:15. പിന്നെ ഇന്ന് നമുക്ക് ഒരു ചെറിയ ആമസോൺ പാക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ TBS സ്റ്റൈലസ് ഡിജിറ്റൽ പെൻസിലാണ്. നമ്മുടെ മൊബൈലുമേ ഐപാഡുമേ ഒക്കെ ഇത് വെച്ച് നമുക്ക് എഴുതാനും അതുപോലെ തന്നെ മൊബൈലുമേ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെയുള്ള ഒരു ചെറിയ പെൻസിൽ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1240 രൂപ കേട്ടോ. ഞാൻ ഇതിന് മുൻപ് വേറൊരെണ്ണം വാങ്ങിയായിരുന്നു, പക്ഷെ അത് അത്ര പോയിൻറ്റഡ് അല്ല, അത് പെന്നാണ് വാങ്ങിയത് ഞാൻ. അപ്പോൾ അതിൻ്റെ തുമ്പത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ബട്ടൺ പോലെ ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് പോയിന്റ് കിട്ടില്ല എഴുതാനായിട്ട്. അപ്പോൾ പിന്നെ ഇത് വാങ്ങിക്കാമെന്ന് വെച്ചു. ഇത് ആൽവിൻ എനിക്ക് പറഞ്ഞെന്താ ഇത് നല്ലതാ മമ്മി, ഇത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ നോക്കട്ടെ, പൊട്ടിക്കട്ടെ ഞാൻ. ഇതാണ് നമ്മുടെ ഐറ്റം, TBA ഡിജിറ്റൽ സ്റ്റൈലസ് പെൻസിൽ. ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. ഇതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ബ്ലാക്കാണ്. ഇതിൻ്റെ വേറെ 2 കളറും കൂടി ഉണ്ട്. അപ്പോൾ കളർ മാറുന്നതിനനുസരിച്ച് റേറ്റും കൂടുതലാണ്. 2000 ഉണ്ട്, 3000 ഉണ്ട്. അങ്ങനെ കളറിനനുസരിച്ച് നല്ല വില വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചോളൂ, നമുക്ക് നമ്മുടെ കാര്യം നടന്നു കിട്ടിയാൽ മതിയല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മറ്റ് ഐറ്റംസുകളാണ് ഇതെല്ലാം. ഇത് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒരു ഐറ്റം കൂടി ഉണ്ട്, തുറന്നു നോക്കട്ടെ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് പർപ്പസിന് ഉദ്ദേശിച്ചിട്ടാണ്, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ഓർത്തിട്ടാണ് ഞാനിത് വാങ്ങിയത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന നേരത്തൊക്കെ നമുക്ക് ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്യാനും പിന്നെ ആഡ് ചെയ്യാനും അങ്ങോട്ടേക്ക് വലിക്കാനും ഇങ്ങോട്ടേക്ക് വലിക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇത് പെൻസിൽ. ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്ന് അഞ്ജുവിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അഞ്ജു ഫ്രീ ആയി. അപ്പോൾ ഇനി അവർക്കൊരു 1 മന്തോളം ഹോളിഡേ ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി ഏപ്രിലിലാണ് അവർക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ചെറിയ ഔട്ടിങ്ങിന് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അഞ്ജുവിനെയും കൊണ്ട് ഞങ്ങൾ പോന്നേക്കാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അഞ്ജു ഫ്രീ ആയ ഒരു സന്തോഷമാണ് അഞ്ജുവിന്. എന്തായാലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഞങ്ങളുടെ ക്രിസൻ്റ് മോളിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അപ്പം അഞ്ജുന് ആദ്യം തന്നെ കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയൊക്കെ കൊടുത്തു. അപ്പം അതിനുശേഷം പിന്നെ അഞ്ചു കൂടെയുള്ളതല്ലേന്നും പറഞ്ഞ് അങ്ങനെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെ അഞ്ജുന് ഈയിടെയായിട്ട് ലോങ് കുർത്തി ഇടാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അന്ന് അത് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ നോക്കി. അപ്പോൾ ചിലതൊക്കെ ഒത്തിരി നല്ല കളേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വേണ്ട ആ ഒരു എക്സാക്റ്റ് സൈസ് ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട്സ് വിട്ടായിരുന്നു നേവി ബ്ലൂ കളർ ടോപ്പ് എന്ത് ചേച്ചി എടുക്കാമെന്ന് ചോദിച്ചു. അത് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് അഞ്ജുവിന് പറ്റുന്ന സൈസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നമുക്കൊക്കെ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഇവിടെ. പിന്നെ 2 എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 എടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം ഒരെണ്ണം ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ ഞങ്ങൾ കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഏരിയയിലേക്ക്, അതായത് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഏരിയയിലേക്കൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ഐസ്ക്രീം ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഐസ്ക്രീം ഒന്നും കഴിക്കാറില്ല, വിൻ്റർ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കടയിൽ ഐസ്ക്രീം ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ 5 ഒരെണ്ണം ഐസ്ക്രീം വാങ്ങിക്കാതെ അങ്ങനെ അഞ്ജുന് ഇഷ്ടമുള്ള ഫ്ലേവർ ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബട്ടർ സ്കോച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് നമ്മുടെ ട്രോളിയൊക്കെ തള്ളി നടക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ട്രോളിയൊന്നും എടുത്തില്ലായിരുന്നു, കാരണം കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഐറ്റംസ് എല്ലാം വണ്ടി വരെ ഒന്ന് തള്ളിക്കൊണ്ടുവരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് അതിനകത്ത് ഐറ്റംസ് ഒക്കെ ഇട്ട് അപ്പോഴേക്കും ചേട്ടൻ വണ്ടിയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ നമ്മളിതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അഞ്ജുവിനെയൊക്കെ കൊണ്ട് ഔട്ടിങ്ങിന് പോയി. പെട്ടെന്ന് വന്നു കേട്ടോ. വേറെ പാർക്കിലും കാര്യങ്ങളിലേക്കൊന്നും പോയില്ല, കാരണം ഇപ്പോൾ ഒരുവിധം നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അഞ്ജുവിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഡ്രസ്സിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിലേക്ക് എത്തി. അപ്പോൾ എന്നാൽ ജസ്റ്റ് അഞ്ജുവിനും കൂടി ഇഷ്ടപ്പെട്ട വല്ല ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചു. അഞ്ജുവിനാണെങ്കിൽ ഇപ്പോൾ ഈ ഇടയായിട്ട് ലോങ് കുർത്തി ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഷോർട്ട് ടോപ്പിനേക്കാളും കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള അങ്ങനത്തെ ടോപ്പാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും നമുക്കുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ 2-3 എണ്ണം. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു കാണാം, എന്നാലും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ റേറ്റ് എന്ന് പറയാനില്ല. ഇതിൻ്റെ റേറ്റ് 600, 599. അപ്പോൾ ഇതൊക്കെ കളറൊക്കെ ഉണ്ടോ എന്നിട്ട് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ ടോപ്പ് ഒരെണ്ണം, ഇത് നല്ല എന്താ പറയുക 4 മണിപ്പൂവിൻ്റെ കളറ്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. അഞ്ജുവിനും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അപ്പോൾ അഞ്ജുവിനെ പറ്റിയെങ്കിൽ എനിക്കിടാം, എനിക്ക് പറ്റിയെങ്കിൽ അഞ്ജുവിന് ഇടാം. 2 പേരും ഞങ്ങൾക്ക് മാറ്റി മറിച്ചിടാം, കാരണം സൈസൊക്കെ ഏതാണ്ടൊക്കെ സെയിം ഓക്കെയാണ്. എന്തായാലും വാങ്ങിച്ച ടോപ്പുകൾ ഓൾട്ടർ ചെയ്യണം, അല്ലാതെ നമുക്ക് ഇടാൻ പറ്റില്ല, ഭയങ്കര ലൂസായിരിക്കുമല്ലോ. പിന്നെ ഇതാ വേറൊരു എടുത്തത് ഇതാണ്. ഇതൊരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് കളർ എന്ന് പറയാം, അല്ലെങ്കിൽ പീച്ച് എന്ന് പറയാം. ഇത് സിമ്പിളായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സെയിം
നമ്മുടെ ഡെയിലി യൂസിൻ്റെ പർപ്പസിന് ഉദ്ദേശിച്ച് വാങ്ങിച്ചതാട്ടോ ഇതൊരെണ്ണം. പിന്നെ 2 എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കൂടി എടുത്തത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. 2 എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും അവർ തന്നെ പറഞ്ഞു 2 എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വീണ്ടും വേറെ ഒരെണ്ണം കൂടി എടുത്തു. അപ്പോൾ ഇങ്ങനെ 3 ഇതിൻ്റെ ബാക്കിലും പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ബാക്കിലും കൈമയും ഓവറോൾ ആ ഡിസൈനും പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റൊക്കെ സെയിം തന്നെയാണ്. ഇതും 599. അപ്പോൾ അങ്ങനെ 599 നമ്മൾ 2 എടുക്കുമ്പോൾ 400 ഒരെണ്ണം നമുക്ക് ഫ്രീ. അപ്പോൾ അങ്ങനെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 400 കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ടോപ്പാണ് കൂടുതൽ ഇഷ്ടമായത് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ദിവസങ്ങൾ കുറഞ്ഞു വരുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങൾ അടുത്ത് വരുന്നു. കാര്യം ഇപ്പോൾ മാർച്ച് ആയിട്ടുള്ളൂ. ഏപ്രിൽ കഴിഞ്ഞ് മെയ് പകുതി ആകുമ്പോൾ നമ്മൾ പോവുള്ളൂ. പക്ഷേ ഞങ്ങൾക്കിനി ഇവിടെ ഞങ്ങളുടെ റിസൾട്ടിൻ്റെയൊക്കെ നല്ല തിരക്ക് പിടിച്ച ജോലികളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്സ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ കുട്ടികളൊക്കെ വരും. സ്കൂളിൽ ബുക്സ് സെല്ലിങ്ങിൻ്റെ ഒരു ടൈം. അത് കഴിഞ്ഞാൽ റീ ഓപ്പണിങ്. അപ്പോൾ പുതിയ ബാച്ച് കുട്ടികൾ വരും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയ ബാച്ചൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ക്ലാസ്സാണ്. പിന്നെ നമുക്കിങ്ങനെ അധികം ഷോപ്പിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. ആകെ കിട്ടുന്നത് പിന്നെ ഒരു സൺഡേ ആണ് നമുക്ക്. അപ്പോൾ ഓർത്തു ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് വാങ്ങിക്കാം. അതിനായിട്ട് നമുക്ക് സ്പെഷ്യൽ ടൈം എടുത്ത് അങ്ങനെ പോകണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് നാട്ടിലേക്കൊക്കെ പോകേണ്ട സമയത്തുള്ള ഷോപ്പിംഗ് അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോകേണ്ട സമയമൊക്കെ ആകുമ്പോൾ ചെയ്യുള്ളൂ. ഇത് നമുക്ക് ഇന്നലെ വന്ന ഡിജിറ്റൽ പെൻസിലാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ യൂസ് ചെയ്ത് നോക്കി. നല്ലതാണ്, നല്ല ഫ്ലോ ആണ് കേട്ടോ. എഴുതാനും പിന്നെ അതുപോലെ തന്നെ മൊബൈലിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ കേബിള് കുത്തേണ്ടത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഈ ബാക്ക് സൈഡിൽ ഇവിടെ അങ്ങനെ അതിൻ്റെ കേബിൾ കുത്താനുള്ള ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കേബിൾ കുത്തേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓൺ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇവിടെ ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതുമ്പോൾ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ സ്മൂത്ത് വർക്കിംഗ് ആണ് ഇതിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ 1240 രൂപ. അപ്പോൾ അങ്ങനെ നമുക്ക് ചാർജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചാർജ് ചെയ്യാൻ വെക്കാം. കണ്ടിന്യൂസ് നമുക്ക് ഒത്തിരി അവേഴ്സ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ചാർജിങ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് മൊബൈലിലൊക്കെ എക്സാക്റ്റ് പ്ലേസിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഗ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലൗസ് നമുക്ക് ഇങ്ങനെ പാം റിജക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ളതാണ് കേട്ടോ ആ ഗ്ലൗസ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ കുറച്ച് വീഡിയോയുടെ എഡിറ്റിങ്ങിലായാലും പിന്നെ മ്യൂസിക്കിലായാലും ഒക്കെ കുറച്ച് നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത് വരുത്താൻ കാരണം എൻ്റെ ലാപ്ടോപ്പിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ കംപ്ലയിൻറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്തുള്ള ചേഞ്ച് ആ ഒരു കംപ്ലയിൻറ്റൊക്കെ മാറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എഡിറ്റിംഗ് ആപ്പും അതുപോലെ പിന്നെ ഞാൻ നോക്കുമ്പോൾ ടൈമൊക്കെ വളരെ കുറവാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കും ട്രാൻസ്ലേഷൻ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ പുതിയ മ്യൂസിക്കും പർച്ചേസ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കുന്നത്. പുതിയ ആപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയേണ്ടായിരുന്നു വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസമൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും വ്യത്യാസമൊക്കെ വരുത്തി വീണ്ടും പുതിയത് ഞാൻ പഠിച്ചും ചെയ്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്നും വേണം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.